എനിക്കിനി ചേച്ചിയെ കുറിച്ചും കൂടെ പറയൂ. നമ്മുടെ സ്വീറ്റ് രാധികേച്ചി. രാധികേച്ചി എന്ന് പറയുന്നത് എത്ര സ്വീറ്റ് ആണ്. അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. സച്ച് എ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ട് ആണ്. ആ സ്വീറ്റ് ആയിട്ടുള്ള അമ്മയെ കുറിച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സുരേഷ് ഏട്ടന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ചോദ്യം വന്നതിൽ. കാര്യം ഞാൻ എന്നും പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പെക്ട് ചെയ്ത ഇങ്ങനത്തെ ഒരെണ്ണം വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇന്ന് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യന്റെയും റെസ്പോൺസിബിലിറ്റീസ് കാരണം ഒരുപാട് ടൈം ഫാമിലി ആയിട്ടും സ്വയം സെൽഫ് ടൈം എന്നൊരു ടൈം പോലും സാക്രിഫൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ജീവിതകാലം മൊത്തം. അങ്ങനെ ഒരാളായിട്ട് സ്വന്തം മക്കൾക്ക് പോലും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അതറിഞ്ഞു തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂർ ട്രിവാൻഡ്രത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്തുനിന്നോ കോട്ടയത്തുനിന്നോ ഡ്രൈവ് ചെയ്ത് വന്ന 2 മണിക്കൂറും വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളായിരുന്നു അച്ഛൻ. സ്വാഭാവികമായിട്ടും ഒരാൾ അവിടെ വീട്ടിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അവരുടെ പേഴ്സണൽ പാഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും എല്ലാം സാക്രിഫൈസ് ചെയ്ത് ടു ഹോൾഡ് ഫോർട്ട് വീട് നിലനിർത്താനായിട്ട് എല്ലാം മാറ്റി വെച്ചിരുന്ന ഒരാൾ എൻ്റെ അമ്മയാണ്. ആ അമ്മയായിട്ടാണ് നമ്മൾ 4 മക്കളും ഏറ്റവും കൂടുതൽ ടൈം ആക്റ്റീവ്ലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ പറ്റി എനിക്ക് അച്ഛനെ എത്ര അറിയാവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അമ്മ എനിക്ക് എന്തുമാത്രം അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും അതിനെ പറ്റി. പറയൂ രാധികേച്ചിനെ കുറിച്ചും കൂടെ. അമ്മ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈയിടെ കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഈ പൊളിറ്റിക്സും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ. അപ്പോൾ ആ കല്യാണത്തിന്റെ സമയത്തും ഒക്കെ പറയും എൻ്റെ വീട്ടിലത്തെ ഒരു കാര്യവും എനിക്കറിയില്ല, എനിക്കൊന്നും അതെല്ലാം രാധികയാണ്, അവള് മാനേജ് ചെയ്യണതാണ്. അന്ന് സുരേഷ് ഏട്ടനും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു രാധികേച്ചി ഇത്ര മനോഹരമായിട്ട്. അതിപ്പം യു ജസ്റ്റ് സെഡ് ഇറ്റ്, അത് ഇത്രയും മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാധികേച്ചി എനിക്കിപ്പോൾ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നത് കൊണ്ട് രാധികേച്ചിനെ കുറിച്ച് നമ്മൾ ഫ്യൂ വേർഡ്സ് പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ അറിയാത്ത ഇവരും അറിയണം രാധികേച്ചിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി. പറയൂ. അമ്മയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഒരു ജനറേഷനിൽ എപ്പോഴും ഒരുപാട് പ്രാധാന്യം പോവാത്ത ഒരു കാര്യമുണ്ട്, സാക്രിഫൈസിങ് ഫോർ സമ്മൺ എൽസ്. ഒരു കല്യാണത്തിൽ മെയിൻലി ഒരു വിവാഹം നടക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അവരുടേതായ റോൾസ് ഉണ്ട് ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്യാൻ. സുരേഷ് ഗോപി വാസ് ദ പ്രൊവൈഡർ. ഹി വെന്റ് ഔട്ട്, സാക്രിഫൈസ്ഡ് എവറിതിങ് ടു പ്രൊവൈഡ്. അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സസ്റ്റെയിൻ ചെയ്യാൻ അതേപോലെ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് എല്ലാ രീതിയിലും. നമുക്കൊരിക്കലും അച്ഛന്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സോ speaking about someone who sacrificed their own life for someone else, be it their own kids, പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ടോ? എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനിൽ ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. അതേപോലെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ സ്ട്രെങ്തിനെ മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് there's anything about my resilience or mental strength or will to push forward, നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കേ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പൊ സുരേഷ് ഏട്ടന്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ? നിങ്ങൾ അന്നേരം കുറച്ചും കൂടി കിഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗോകുൽ മൂവിയിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധവ് വരുന്നു. നിങ്ങളിപ്പോ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അച്ഛന്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ വക എന്തൊരു അഡ്വൈസ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഗോകുലിനാണെങ്കിലും മാധവിനാണെങ്കിലും? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ 4 മക്കളുടെയും അക്കാഡമിക് എക്സലൻസ് എന്ന് പറയത്തില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷന് ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് അമ്മ അത് നമ്മുടെ ഒരു കോറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD ചെയ്ത ആൾക്കാരൊന്നും അല്ല. അക്കാഡമിക്കലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്.
അമ്മയുടെ അടുത്ത് ഇന്ന് ചോദിക്കുവാണ് ഉം. മകനെ ആക്ടറായിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ, അമ്മ തീർച്ചയായിട്ടും ഓഫീസിൽ ജോലി ചെയ്യുന്നതേ പറയത്തുള്ളൂ. ഉം. അതേപോലെ ഒരു കരിയറിന് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഉം. ഐ കൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഉം. ഉം. വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ്. ഉം. പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഉം. ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു, ഉം. അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്. ഉം. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പാരന്റ്സ് ഒരു പാരന്റ് ആൻഡ് ലൈക്ക് ബോത്ത് പാരന്റ്സിന് ഉം. എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ കരിയർ, ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. ഉം. അത് എന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മ. അമ്മ. ഓക്കെ. മലയാളത്തിന്റെ മാതൃകാ ദമ്പതികളാണ് സുരേഷ് ഗോപിയും രാധികയും. 1990 ഫെബ്രുവരി 8-നായിരുന്നു ഇവരുടെ വിവാഹം. ഗൂഗിൾ സുരേഷ്, ഭാഗ്യ സുരേഷ്, ഭാവനി സുരേഷ്, മാധവ് സുരേഷ് എന്നിവർ മക്കളാണ്. 34 വർഷങ്ങളാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളത്. ഭാര്യയോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ വർഷം ആഘോഷിക്കുന്നു എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് അന്ന് സുരേഷ് ഗോപി വാക്കുകൾ പങ്കുവച്ചത്. അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ തനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നതെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് താനും രാധികയും തമ്മിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു. എപ്പോഴും സുരേഷ് ഗോപിയുടെ എല്ലാ വിജയങ്ങളുടെ കഥ പറഞ്ഞാലും അതിൽ രാധിക സുരേഷ് ഗോപിയുടെ കയ്യൊപ്പ് വളരെ വലുതാണ്. കാരണം സുരേഷ് ഗോപി ഈ തിരക്കുകളിലൊക്കെ, സിനിമാ തിരക്കുകളുമായി മുന്നോട്ട് പോകുമ്പോൾ, സൂപ്പർ സ്റ്റാർ എന്ന ലെവലിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തിരക്കുകളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ഗായികയായി ഉയർന്നു വരേണ്ട രാധിക സുരേഷ് തന്റെ കരിയറും തന്റെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് കുടുംബത്തിന് വേണ്ടി നിന്നത്. തന്റെ മക്കൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം ഉണ്ടാകണം, അവർ എത്തേണ്ടടുത്ത് എത്തണം, അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത്. ഒരു ദിവസം അവസാനം തന്റെ ഭർത്താവ് സുരേഷ് ഗോപി വീട്ടിലെത്തുമ്പോൾ അമ്മയായും ഭാര്യയായും എല്ലാം ഊട്ടുന്ന ഒരാളായി താൻ അവിടെ ഉണ്ടാകണം. ആ വീടിന്റെ നിലവിളക്ക് എന്ന് പറയുന്നത് രാധിക സുരേഷ് ഗോപി തന്നെയാണ്. ആ മക്കൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് അമ്മയുടേത്. സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: 1989 നവംബർ 18-ാം തീയതി തന്റെ അച്ഛൻ തന്നെ ഫോണിൽ വിളിച്ചു. താൻ കൊടൈക്കനാലിൽ ഒരുക്കം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളായി, മരുമകളായി ഈ പെൺകുട്ടി മതി, നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത്. 4 ആൺമക്കളുള്ള നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത് ഒരു മകളാണ്. ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത്. എനിക്ക് പെണ്ണ് കാണണ്ട, ഞാൻ കെട്ടിക്കോളാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ആ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇന്ന് മാധവ് സുരേഷും തന്റെ അമ്മയെക്കുറിച്ച് വാതോരാതെ പറയുകയാണ്. അച്ഛന്റെ തിരക്കുകളിൽ അച്ഛൻ 2-3 മണിക്കൂർ കിട്ടുമ്പോൾ പോലും കുടുംബത്തോടൊപ്പം ചിലവാക്കാൻ എത്താറുണ്ട്. ആ സമയത്ത് അച്ഛൻ തിരക്കുകളിൽ പോയപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ പാഷനൊക്കെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി നിന്ന ആളാണ് അമ്മയെന്ന് മാധവ് സുരേഷ് ഗോപി പറയുന്നു. ഞാൻ ആക്ടിങ്ങിന്റെ ഒരു പ്രൊഫഷനോ അതിന്റെ ഒരു ട്രെയിനിങ് നിലയിലോ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ്. എനിക്ക് എന്തുകൊണ്ടാണ് സിനിമ കിട്ടിയത്? സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് സിനിമ എന്നിലോട്ട് വന്നത്. അതൊരു പ്രിവിലേജ് ആണ്. അതിൽ ഞാൻ ആഗ്രഹിച്ച് വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത് വന്നൊരു പ്രൊഫഷൻ അല്ല. അതൊരു പ്രിവിലേജ് ആയിട്ട് യു ക്യാൻ കോൾ ഇറ്റ് നെപ്പറ്റിസം. കിട്ടുക പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രിവിലേജ് ആണ്. ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രി, ശരിക്കും ഇത്രയും പെർക്സ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി, അതിലോട്ട് ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് obviously it's a privilege that comes from it. But again, there's negative, there's positive. Just depends on what you take from it, what you develop and what you make of your life with that. അപ്പോൾ ചെറുപ്പം മുതലേ ശരിക്കും മാധവന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ അംബിഷൻ ചോദിക്കുമല്ലോ, അപ്പോഴേ എന്തായിരുന്നു ചെറുപ്പം മുതലേ എന്തിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്? ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ. അത് നടന്നില്ല. ഓക്കെ. അപ്പോൾ അതിലേക്ക് അത് നടന്നില്ല എന്ന് പറയുന്നത് മാധവ് അതിനു വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് ടൈം ട്രൈ ചെയ്തില്ല എന്നോ, അല്ലെങ്കിൽ സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ ഇറ്റ്സ് ക്വൈറ്റ് ഈസി അല്ലേ, പെട്ടെന്ന് ഇതിനെ പറ്റി എന്തോ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് വന്നതുകൊണ്ട് എന്നാ ശരി ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്നോ, എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ഫുട്ബോൾ നടക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. But the majority of that I will blame on myself and the lack of discipline at that stage in my life. ഇന്നും ഞാൻ മോസ്റ്റ് ഡിസിപ്ലിൻഡ് ഹ്യൂമൻ ബീങ് എന്നല്ല പറയുന്നത്. അന്നത്തെ എന്റെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ് എനിക്ക് ആ കരിയറിൽ ഡെവലപ്പ് ആവാൻ പറ്റാത്തത്. ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ലവ് ടു ബിലീവ് ഐ ഹാവ് ദ ടാലന്റ്. ബട്ട് അഗൈൻ വേറൊരാളുടെ പെർസ്പെക്റ്റീവില് ഞാൻ ലെസ് ടാലന്റഡ് ആവാം, ഞാൻ മോർ ടാലന്റഡ് ആവാം. ഫുട്ബോൾ എന്റെ തന്നെ പുവർ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പോയൊരു കരിയർ ആയിരിക്കും. സിനിമ എന്നെ തേടി വന്നതാണ് ബിക്കോസ് ഓഫ് ദ
mentioned tag സുരേഷ് ഗോപി. ആ സിനിമ വരുമ്പോൾ എനിക്ക് 2019 തൊട്ട്, എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് സ്ക്രിപ്റ്റ്സ് വരുന്നതാണ്. മേ ബി ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആക്റ്റീവ്ലി അറിയാൻ തുടങ്ങിയത് 2019 തൊട്ട് എനിക്ക് ഡയറക്ട്ലി സ്ക്രിപ്റ്റ്സിന് അപ്രോച്ച് ചെയ്തപ്പോഴാണ്, സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ്സ് വന്നപ്പോഴാണ്. അതുവരെയും ഞാൻ റെഡി അല്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ നിന്ന്. എസ്പെഷ്യലി ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, എൻ്റെ ഫസ്റ്റ് ഫിലിമിലെങ്കിലും ഞാൻ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 2022 JSK എന്നൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽ എനിക്കുണ്ടെന്ന് തോന്നി. അത് വിത്ത് ട്രൂ ജസ്റ്റിസ് ഒരു ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്നിൽ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അത് നിറവേറ്റാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് JSK ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് റീസൺ ബിഹൈൻഡ് ചൂസിങ് സിനിമ ഇസ്, നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ എന്നും വരത്തില്ല. ഇഫ് ഇറ്റ് കീപ്സ് കമ്മിങ് ഫോർ യു, മേ ബി ദാറ്റ്സ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്.